പുതിയതായിട്ട് വീട് പണിയുന്നവരുടെ മെയിനായിട്ടുള്ള ഒരു ആകർഷണമാണ് കോട്ടയാട്. കോട്ടയാടില്ലാത്ത വീട് ഇല്ലെന്നുള്ളൊരു അവസ്ഥ ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് വന്നിട്ടുണ്ട്. ഈ കോട്ടയാട് കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും എങ്ങനെയാണെന്നൊന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ എല്ലാവരുടെയും തന്നെ പ്ലാനിൽ കോട്ടയാട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. കോട്ടയാട് മെയിനായിട്ട് ചിലവർ ഒരു സൈഡിൽ കോട്ടയാട് വെക്കും, ചിലവർ 2 പണിയും. 2 മിക്ക വീടുകളിലും തന്നെ ഇപ്പം പണിത് കണ്ടിട്ടുണ്ട്, വലിപ്പം കുറച്ചിട്ട്. അപ്പം പിന്നെ ഇങ്ങനെ കോട്ടയാട് പണിയുമ്പോൾ പലരും ജാളി ഡിസൈനും അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യുന്നത്. കോട്ടയാട് മെയിനായിട്ട് പണിയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് ഹാളിലോട്ടും അങ്ങനെയുള്ള റൂമിൻ്റെ സൈഡിലോട്ടൊക്കെയാണ് ഈ കോട്ടയാട് പണിയുന്നത്. അവിടത്തേക്ക് അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പണിയുന്നത്. അപ്പോൾ അതൊരു പരിധി വരെ അതുകൊണ്ട് നമുക്ക് നല്ല ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. കാരണം വെളിച്ചം കിട്ടുന്ന ഒരു സംഭവം ഭയങ്കര ഇതാണ്. പിന്നെ ഫ്രീ ടൈമിലൊക്കെ ഇരിക്കാൻ ഒരു സൗകര്യമുള്ളൊരു സ്ഥലം. പിന്നെ കുറച്ച് ചെടിയൊക്കെ വെച്ച് നല്ല ഒരു പ്രത്യേക വൈബിലിരിക്കാനുള്ളൊരു സുഖമൊക്കെ കിട്ടുന്ന ഒരു ചെറിയ ടേബിളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു സെറ്റ് പോലത്തെ സംഭവമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സുഖമുള്ളൊരു സ്ഥലം കൂടിയാണ് കോട്ടയാട്. ഈ കോട്ടയാട് എന്ന് പറഞ്ഞാൽ നമ്മൾ പണിയുമ്പോൾ കുറേ ശ്രദ്ധിക്കാറുണ്ട്. കോട്ടയാട് പണിയുമ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് മെയിൻ. ആവശ്യമില്ലെങ്കിൽ ഈ സംഭവം ചെയ്യുന്നത് ശുദ്ധ മണ്ടത്തരമായിരിക്കും. അപ്പം കോട്ടയാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊക്കെ അതുപോലെ ഇരിക്കാനുള്ള സുഖമൊക്കെ ഉണ്ട്, എപ്പോഴും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതിന് ടോപ്പിൽ എന്ത് ചെയ്യും എന്നുള്ളത് ഭയങ്കര വിഷയമാണ്. പലരും ഗ്ലാസ്, പോളികാർബണേറ്റ് ഷീറ്റ് ഇങ്ങനെയുള്ള 2 സാധനങ്ങളാണ് ഇടുന്നത്. 2 ഇട്ട് കഴിഞ്ഞാലും അടിയിലോട്ട് നല്ലോണം വെയിൽ വരും. അപ്പോൾ പകൽ സമയങ്ങളിൽ ഇരിക്കൽ കുറച്ചധികം ബുദ്ധിമുട്ടുള്ളൊരു സംഭവം തന്നെയാണ്. പിന്നെ വെയിലൊന്നും അടിക്കാത്ത രീതിയിലുള്ള എന്ത് ചെയ്ത് കഴിഞ്ഞാലും ആ പറയുന്ന വെളിച്ചം കിട്ടത്തുമില്ല. കാരണം ടോപ്പിൽ നിന്നുള്ള വെളിച്ചം കുറയും, പിന്നെ സൈഡിൽ നിന്നുള്ളൊരു വെളിച്ചമല്ലേ ഉള്ളൂ. അപ്പം അത് അതിനെക്കൊണ്ട് അതിനൊരു പ്ലസ് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പം വെളിച്ചമാണല്ലോ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇരിക്കാനുള്ളൊരു ആംബിയൻസ് അത് എല്ലാവർക്കും എന്നാ പറയണ്ടേ, ആദ്യത്തെ ആ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിലുള്ള ആ ഒരു സംഭവം മാത്രമായിട്ട് പല സ്ഥലത്തും മാറിയിട്ട് കണ്ടിട്ടുണ്ട്. പിന്നീട് ഇതൊരു ഗോഡൗൺ പോലെയുള്ള എന്നാ പറയണ്ടേ, ഉള്ള വേസ്റ്റുകളൊക്കെ തട്ടി ഇടാനൊരു സ്ഥലം എന്നുള്ള രീതിയിലേക്ക് പല വീടുകളിലും പിന്നീട് പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒരു നെഗറ്റീവാണ് ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ അകത്ത് ചിലവർ ഇതിൻ്റെ ടോപ്പൊന്നും ചെയ്യൂല. ടോപ്പൊന്നും ചെയ്യാതെ ഉള്ളിൽ വെള്ളം വീഴുന്ന രീതിയിൽ ചെയ്ത് കണ്ടിട്ടുണ്ട്. വെള്ളം വീഴുന്നത് അതും ചില സമയങ്ങളിലൊരു ബുദ്ധിമുട്ടായി മാറാറുണ്ട്. അപ്പം അതുപോലെ അങ്ങനെ ചെയ്തിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക, അനുഭവങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങളൂടി കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങളായിരിക്കും പറയാനുണ്ടാവുക. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കുന്നത് നല്ലതായിരിക്കും. ഇത് സിമ്പിളായിട്ട് ചെയ്ത ഒരു 1 സൈഡ് കോട്ടയാടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പം കോട്ടയാടിൻ്റെ അനുഭവങ്ങളും നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കോട്ടയാട് എന്നാ പറയണ്ടേ, കോട്ടയാട് എപ്പോഴും നമുക്ക് ഭാവിയിൽ അതൊരു വെള്ളം വീഴുന്ന പ്രശ്നങ്ങൾ, അതായത് ടോപ്പൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വെള്ളം വീഴുന്ന പ്രശ്നങ്ങളുണ്ടാവും. ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് തന്നെ ഗ്ലാസ്, പോളികാർബൺ അങ്ങനെയുള്ള സാധനങ്ങളാണ് ചെയ്യേണ്ടത്. അതിന് അടിയിലോട്ട് നല്ലോണം ചൂടുണ്ടാവും. രാത്രി കാലങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വെയിലടിക്കുന്ന സമയത്ത് ഇതിനെക്കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടൂല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യണമെന്നുള്ളത് നിങ്ങൾ വേണം തീരുമാനിക്കാൻ. ഇത് പലരോട് ഉപയോഗിച്ചിട്ട് ഉള്ളവരോട് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ട് പ്ലാൻ തയ്യാറാക്കുക. അപ്പം കോട്ടയാടിനോട് ഞാൻ എന്താ പറയണ്ടേ, എനിക്ക് ഇതിന് പോസിറ്റീവായിട്ടൊരു ഇത് പറയാനില്ല. കാരണം വെളിച്ചം ചില ആൾക്കാർക്ക് അത് നല്ലോണം ഉപയോഗിക്കുന്നുണ്ട്, അല്ലാത്തവർക്ക് ഇത് ഒരു നെഗറ്റീവായിട്ട് തന്നെയാണ് വരാൻ സാധ്യത കൂടുതൽ. നിങ്ങളുടെ അനുഭവത്തിൽ ഇത് കോട്ടയാട് നല്ലതാണോ അതോ മോശമാണോ എന്നുള്ളത് ഒന്ന് പറയുന്നത് നല്ലതായി. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം നമ്മൾ കൂടുതലായിട്ടും മറ്റ് വെൽഡിങ് സംബന്ധമായ വീഡിയോകളാണ് കൂടുതൽ ചെയ്യുന്നത്. ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ മാത്രമാണ്. നമ്മൾ ജസ്റ്റ് കോട്ടയാടിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് മാത്രമാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കരുതുന്നു. അതുപോലെ തന്നെ നമ്മളെ മറ്റ് വീഡിയോകളും കയറി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇനിയും പുതിയ വീഡിയോകളൊക്കെ കാണാൻ വേണ്ടി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. അപ്പം വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കണ്ട. കാരണം കോട്ടയാട് പണിതിട്ടുള്ളവരും പണിയാൻ ഉദ്ദേശിക്കുന്നവരും അവരവരുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ.